തുടങ്ങിയിട്ടുണ്ട് അയാളുടെ വേഷം കെട്ട്. നീ ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞ ഞാൻ പറഞ്ഞ ചേട്ടാ, ഈ വേഷം കെട്ട് കളിക്കുന്ന സമയത്ത് തനിക്ക് പോയി യൂബർ ഓടിക്കാമല്ലേ? യൂബർ ഓടിക്കാനാ? എന്താ വല്ല മെച്ചോണ്ടായി? അത് കൊള്ളാം. തന്നെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, അവൻ ഓടിക്കുന്നുണ്ടല്ലോ, അവനെ വിളിച്ചു ചോദിക്കാമല്ലേ? അത് ശരിയാണല്ലോ. നീ കൂട്ടാരനല്ലേ? പക്ഷെ അത് പെട്രോളുമായിട്ടൊക്കെ ചെയ്യാലോ. അത് ചേട്ടൻ വിളിച്ചു ചോദിക്കേ. എന്നാലും ഹലോ എടാ, നീ വണ്ടിയിലാണോ? യൂബർ ഓടിക്കണടാ? ആ, എങ്ങനെയാ യൂബർ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? മെച്ചമുണ്ടാ? ഗുണമുണ്ടാ? ഒരു ഗുണമില്ലല്ലേ? ആ ശരി, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചാ. അപ്പൊ ഒരു ഗുണമില്ല. ആ, ഗുണമുണ്ട്. മനസ്സിലായില്ലേ? ഗുണമുണ്ടപ്പാ. ഓ, നമ്മുടെ മറ്റേത് ആത്മാർത്ഥ കൂട്ടാനും പറയണതായിരിക്കൂലേ? മനസ്സിലായി മനസ്സിലായി. ഓപ്പോസിറ്റ് ആയിരിക്കൂലേ? മനസ്സിലായി. ഇതാരത്? പ്രൈവറ്റ് നമ്പറാണ്. ചേട്ടൻ എടുക്കണ്ടേ? ഒത്തിരി ഫേക്ക് കോൾസ് വരുന്നുണ്ട്, എടുക്കണ്ട. നാട്ടിൽ നിന്ന് വല്ലതാണെങ്കിലാ അറിയില്ല. ഹലോ ഹലോ ആശാനെ, ബ്രൂണോയാണ് ആശാനെ. ബ്രൂണോ നീയായിരുന്നാ? എടാ, ഇത് പ്രൈവറ്റ് നമ്പറല്ല. പ്രൈവറ്റ് നമ്പറാ? എന്നാ പിന്നെ ഈ വിളിക്കണത് ഞാനായിരിക്കൂല ആശാനെ. സോറി ആശാനെ. ഇതിലും വലുത് എന്തോ വരായിരുന്നേച്ചാ ബ്രൂണോയാ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കട്ടായി പോയി. എന്താണോ ഇവനിങ്ങനെ? എടി, അത് ബ്രൂണോന്റെ കാര്യം നിനക്ക് അറിയാൻ പാടില്ലേ? എടി, അത് ബ്രൂണോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടി. അവനൊരു പറ്റിപ്പോയതാണ്. എന്ത് പറ്റി? അവനെ ദൈവം സൃഷ്ടിച്ച കഥ അറിയില്ലേ? എടി, ദൈവം നമ്മളെ കയ്യും കാലൊക്കെ ആദ്യം ഫിറ്റ് ചെയ്യൂല, അതേപോലെ കയ്യും കാലും ഫിറ്റ് ചെയ്ത് ബ്രൂണോ എന്നും പറഞ്ഞ് പേര് വിട്ടു വരും. എന്നിട്ട് ദൈവം നോക്കിയേ, ബുദ്ധി എടുത്ത് വെക്കണമല്ല തലയിലാട്ട്. ആ ബുദ്ധി എടുത്ത് വെക്കാൻ വേണ്ടി ദൈവത്തെ ഇങ്ങാട്ടൊരു തിരിയലങ്ങനെ തിരിഞ്ഞു. എവര് ഓടിക്കളഞ്ഞില്ലേ? ഓടിക്കളഞ്ഞ അങ്ങനെ സംഭവിച്ചാ. എടി, ഞാൻ അടുത്ത ലൈനിൽ നിൽക്കണല്ലേ. ഓ, അങ്ങനെ. അപ്പൊ ചേട്ടക്ക് ഉണ്ടാവില്ല കഥ? പിന്നെ എന്റെ കഥ എന്താണൊക്കെ അറിയാലോ. ഇപ്പൊ എന്റെ ഇത് കണ്ടല്ലേ. എന്നെ ഇതേപോലെ തന്നെ കൈയും കാലൊക്കെ വെച്ചു ബുദ്ധി എടുക്കാൻ വേണ്ടി ദൈവം തിരിഞ്ഞപ്പോ ഞാൻ വളരെ വിനയത്തോടുകൂടി നിങ്ങളാണ് നിന്ന്. നിനക്കറിയാല്ല, വളരെ വിനയത്തോടുകൂടി നിങ്ങൾ നിക്കണേണ്. അപ്പൊ ദൈവത്തിന്റെ ബുദ്ധി തീർന്നു പോയിട്ടുണ്ടോ? കുറച്ച് കാണും, നീ കുറച്ച് കാണും. നീ എന്നും കുറച്ച് കണ്ടിട്ടേ അറിയാമോ? പക്ഷെ നിന്റെ കൂടുതൽ ഇപ്പൊ ഞാൻ അവിടെ കണ്ടിട്ടും വന്നാണ്. 2 കാശ് എത്ര വന്നെന്നറിയാമോ നിനക്ക്? നീ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഇത് കുത്തിക്കൊണ്ടിരിക്കണതാണ്. മിഞ്ഞാന്ന് ഫാൻ ഇട്ടിട്ട് പോകും, അതിന്റെ മിഞ്ഞാന്ന് TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താ സമയത്ത് ഒന്ന് പ്രാക്ടിക്കലായിട്ട് ഓടാൻ പോകാൻ നിന്നെ കണ്ടാണ് എന്റെ പിള്ളേര് പഠിക്കണത്. അതുങ്ങൾ ഇപ്പൊ അതുപോലെ തന്നെ തോന്നിയ പോലെയൊക്കെ എന്ത് പ്രാക്ടിക്കലാണാടി നിങ്ങൾ പെണ്ണുങ്ങ. ഒന്ന് ഓടാൻ പോകാവോ? ഒഞ്ഞു ഓടാൻ പോഞ്ഞു. ഞാൻ പോയിട്ട് വരാന്നാ. എടാ, ഓക്കെ എന്നാ. Stop, Anna, stop there. Stop. Stop there. പട്ടി നീയല്ല വേറെ പട്ടി. ഇത് പട്ടി ഓടിച്ചിട്ടാ? പട്ടി കടിച്ചില്ല, ഞാൻ രക്ഷോട്ട് ഓടി. തനിക്കൊന്ന് നിന്ന് കൊടുക്കാൻ മേലാ പട്ടി കടിക്കാൻ വേണ്ടി? എന്ത്, താൻ കാനഡയിലല്ലേ ജീവിക്കണേ ചേട്ടാ? ആ പട്ടി കടിച്ചിരുന്നെങ്കിൽ ആ പട്ടിയുടെ ഇൻഷുറൻസ് വെച്ച് കോടതി പോയി കഴിഞ്ഞാൽ നമുക്ക് $1 മില്യൺ കിട്ടിയാനെ. അതും കൊണ്ട് നമുക്ക് നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ മേലായിരുന്ന. എന്നാണോ നാം പ്രാക്ടിക്കൽ ആവണത്? എന്ത് മാനമേ ഒരു രാഗമേഘം